ഹലോ മക്കളെ, അതുൽ സാറാണ് എൻറോയിൽ നിന്ന്. അപ്പൊ നമ്മൾ ചെയ്ത ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് എത്തിക്കുന്നത് നമ്മുടെ തേർഡ് ചാപ്റ്ററിന്റെ റിവിഷൻ, അതേപോലെ നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ തേർഡ് ചാപ്റ്റർ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, ആദ്യത്തെ ടോപ്പിക് നോക്കാം നമുക്ക്. ഓക്കെ. അപ്പൊ ആദ്യം നമുക്കറിയാം എന്താണ് റെസ്പിറേഷൻ. നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്ത് ആ ഓക്സിജൻ നമ്മൾ സെല്ല് യൂട്ടിലൈസ് ചെയ്യാം. സെല്ലിന്റെ ഡിഫറെന്റ് മെറ്റബോളിക് പ്രോസസ്സിന് വേണ്ടി സെല്ല് നമ്മുടെ കോശങ്ങള് ഈ പറഞ്ഞ ഓക്സിജന് ഉപയോഗിക്കാം. എന്നിട്ട് ഉത്പാദിപ്പിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡുകൾ പുറത്തേക്ക് കളയാം. അതാണ് നമ്മുടെ റെസ്പിറേഷൻ. അപ്പൊ ഇതിന്റെ വിവിധ ഘട്ടങ്ങൾ നോക്കാം നമുക്ക്. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് എടുത്തു, നമ്മുടെ ലങ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഓക്സിജൻ നമ്മുടെ ആൽവിയോളസിൽ നിന്ന് നമ്മുടെ ബ്ലഡ് കാപ്പിലറിയിലേക്ക് ഡിഫ്യൂഷൻ വഴി പാസ് ചെയ്യും. എവിടെയാണോ ആൽവിയോളസിൽ നമ്മുടെ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, നമ്മുടെ ബ്ലഡ് കാപ്പിലറിയിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഗാഢത കുറവായിരിക്കും. അപ്പൊ ഓക്സിജൻ എവിടെ നിന്ന്? ആൽവിയോളസിൽ നിന്ന് ബ്ലഡ് കാപ്പിലറിയിലേക്ക് കയറും. ബ്ലഡ് കാപ്പിലറിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് ഉണ്ട്, രക്തമുണ്ട്. അപ്പൊ രക്തത്തിലേക്ക് ഈ ഓക്സിജൻ അലിഞ്ഞു ചേരും. അത് രണ്ട് രീതിയിലാണ് ഓക്സിജൻ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്നത്. രണ്ട് മെത്തേഡിലാണ്. ഒന്നാണ് പ്ലാസ്മയിൽ, രക്തത്തിലെ പ്ലാസ്മയിൽ നമ്മുടെ ഓക്സിജൻ അലിഞ്ഞു ചേരും. അതേപോലെ രണ്ടാമത് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി കൂടിച്ചേരും. ഹീമോഗ്ലോബിനുമായി നമ്മുടെ ഓക്സിജൻ കൂടിച്ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ രൂപപ്പെടും. അപ്പൊ ഈ രണ്ട് മെത്തേഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഇനി ഇത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഇവര് ഈ പറഞ്ഞ ബ്ലഡ് കാപ്പിലറിയിലൂടെ ഈ ബ്ലഡ് കാപ്പിലറീസ് വിവിധ സെല്ലിലേക്ക്, കോശങ്ങളിലേക്ക് എത്തിച്ചേരും. ഈ കോശങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ സെല്ലില് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും, നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിൽ ഓക്സിജൻ കൂടുതലായിരിക്കും. അപ്പൊ ഈ ഓക്സിജൻ ബ്ലഡ് കാപ്പിലറിയിൽ നിന്ന് സെല്ലിന് ചുറ്റുമുള്ള ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് ഇറങ്ങിച്ചേരും. കോൺസെൻട്രേഷൻ കുറവ് കാരണം ഓക്സിജൻ കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ഓക്സിജൻ ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് എത്തും, ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് സെല്ലിലേക്ക് എത്തും. ഈ സെല്ലില് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലായിരിക്കും, കാരണം വിവിധ മെറ്റബോളിക് പ്രോസസ്സുകൾ നടന്നു കാണുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ടും സെല്ലിനുള്ളിൽ ഉണ്ടായിരിക്കും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ടിഷ്യൂ ഫ്ലൂയിഡിലേക്കും ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിലേക്കും കയറും. ആ ബ്ലഡ് കാപ്പിലറീസിൽ കയറുമ്പോൾ ബ്ലഡിനുള്ളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ആവും. എങ്ങനെയൊക്കെ? 7% ബ്ലഡിലെ പ്ലാസ്മയിൽ ഡിസോൾവ് ആവും. 23% ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിനും രൂപപ്പെടും. 70% ബ്ലഡിലെ നമ്മുടെ പ്ലാസ്മയിൽ കാണുന്ന RBCയിൽ കാണുന്ന വാട്ടർ, ജലവുമായി കൂടിച്ചേർന്ന് ബൈകാർബണേറ്റ് രൂപപ്പെടും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബ്ലഡിൽ ലയിക്കുന്നത് 3 വിധത്തിലാണ്. ഒന്ന് 7% പ്ലാസ്മ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ, 70% ബൈകാർബണേറ്റ് ആയിട്ട്. ഈ പറഞ്ഞ നമ്മുടെ ബ്ലഡ് കാപ്പിലറിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇനി എവിടേക്ക് എത്തും? തിരിച്ച് നമ്മുടെ ലങ്സിലേക്ക് എത്തും. ലങ്സിൽ ആൽവിയോളസിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറവാണ്, എന്നാൽ ബ്ലഡ് കാപ്പിലറിയിൽ കൂടുതലാണ്. അപ്പൊ ആൽവിയോളസിലൂടെ ഡിഫ്യൂഷൻ നടന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഗാഢതയിലേക്ക് സഞ്ചരിക്കും. അങ്ങനെയാണ് നമ്മുടെ ലങ്സിലേക്ക് ബ്ലഡ് കാപ്പിലറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എത്തുന്നത്. തിരിച്ച് നമ്മൾ എക്സ്പയർ ചെയ്യുമ്പോൾ, നമ്മൾ തിരിച്ച് ശ്വസനം കഴിഞ്ഞ് നമ്മൾ എക്സ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ വായു നമ്മുടെ പുറത്തേക്ക് കളയുന്നു. ഇതാണ് നമ്മുടെ ശ്വസനം വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് എങ്ങനെയാണ് നമ്മൾ ഓക്സിജനെയും എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെയും ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്സിജൻ ആണെങ്കിൽ ഹീമോഗ്ലോബിന്റെ കൂടെ ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ടും പ്ലാസ്മയിൽ ലയിച്ചിട്ടും, ഡിസോൾവ് ഇൻ പ്ലാസ്മ. കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ഇൻ പ്ലാസ്മ, ഹീമോഗ്ലോബിന്റെ കൂടെ ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ, പിന്നെ ബൈകാർബണേറ്റ്. ഇത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. എങ്ങനെയൊക്കെയാണ് ഓക്സിജനും എങ്ങനെയൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു വാതക സംഭരണം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു സെല്ലിലേക്ക് എത്തി. നമ്മുടെ ഓക്സിജൻ ആണെങ്കിൽ ഈ ഓക്സിജൻ എന്തിനാണ് സെല്ലിന് വേണ്ടത്? ഞാൻ പറഞ്ഞു അവരുടെ മെറ്റബോളിക് പ്രോസസ്സുകൾ. നമ്മൾ പറഞ്ഞു നമ്മൾ ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം കഴിച്ച് നമ്മൾ ഡൈജഷൻ ചാപ്റ്റർ പറഞ്ഞല്ലോ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉണ്ടാവുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് മോളിക്യൂൾ കാർബോഹൈഡ്രേറ്റ്, അമിനോ ആസിഡ്സ് ഒക്കെ നമ്മുടെ സെല്ലിലേക്ക് എത്തും. ഈ സെല്ല് ഇവയെ ഉപയോഗിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കും. അപ്പൊ അതിനുവേണ്ടി അങ്ങനെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അവർക്ക് ഓക്സിജൻ വേണം. അതാണ് സെല്ലുലാർ റെസ്പിറേഷൻ, കോശ ശ്വസനം. നമ്മൾ
നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ എടുക്കുന്ന ഓക്സിജനെ സെല്ലിലേക്ക് കൊടുത്ത് സെല്ല് കഴിച്ച ഭക്ഷണത്തിനുള്ളിലെ കാർബോഹൈഡ്രേറ്റുകൾ അല്ലെങ്കിൽ ഗ്ലൂക്കോസുകളെ പൊട്ടിക്കും. ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ഉണ്ടാക്കും. ഇതിനു വേണ്ടി അവിടെ ഓക്സിജൻ അത്യാവശ്യമാണ്. ഈ പ്രക്രിയയാണ് സെല്ലുലാർ റെസ്പിറേഷൻ അഥവാ കോശ ശ്വസനം. ഇതിന് 2 ഘട്ടങ്ങളുണ്ട്, ഇമ്പോർട്ടന്റ് ആണ് പഠിക്കാൻ നിങ്ങൾ. ഗ്ലൈക്കോളിസിസ്, ക്രെബ്സ് സൈക്കിൾ. അപ്പൊ ഈ കോശ ശ്വസനം അല്ലെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷന്റെ ആദ്യ ഘട്ടമാണ് ഈ ഗ്ലൈക്കോളിസിസ്. അപ്പൊ ഈ ആദ്യ ഘട്ടത്തില് സൈറ്റോപ്ലാസത്തില് സെല്ലിനുള്ളിലെ കോശ ദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നതാണ് ഗ്ലൈക്കോളിസിസ്. അവിടെ ഓക്സിജൻ അത്യാവശ്യമല്ല. ഗ്ലൂക്കോസിനെ, നമ്മൾ കഴിച്ച ഭക്ഷണത്തിലുള്ള ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കി മാറ്റും. ഇതിന് എനർജി അത്യാവശ്യമാണ്. 2 ATP മോളിക്യൂൾസ് രൂപപ്പെടുന്നുണ്ട്. അപ്പൊ ആദ്യഘട്ടം ഗ്ലൈക്കോളിസിസ് കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നു. ഓക്സിജൻ അത്യാവശ്യമല്ല. അവിടെ ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നു. 2 ATP ഉൽപ്പാദിപ്പിക്കുന്നു. രണ്ടാമത്തെ ഘട്ടമാണ് ക്രെബ്സ് സൈക്കിൾ. ഈ ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത് നമ്മുടെ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. മൈറ്റോകോൺട്രിയയിൽ നമ്മുടെ ഓക്സിജൻ അത്യാവശ്യമാണ്. ഓക്സിജന്റെ സാന്നിധ്യത്തിൽ പൈറുവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാക്കി മാറ്റും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ സെല്ലിനുള്ളിൽ നിന്ന് ടിഷ്യൂ ഫ്ലൂയിഡിലേക്കും ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് ബ്ലഡ് കാപ്പിലറി വഴി നമ്മൾ തിരിച്ച് ആൽവിയോളസിലേക്കും എത്തിക്കുന്നു. അങ്ങനെയുണ്ടായ ഇവിടെ 28 ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കും. എന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ, അതേപോലെ അതിന്റെ 2 ഘട്ടങ്ങൾ ഏതാണെന്ന് കമ്പയർ ചെയ്യാൻ പറയും. നമ്മുടെ ഡിഫറൻസ് എഴുതാൻ പറയും. അപ്പൊ ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും തമ്മിലുള്ള ഡിഫറൻസുകൾ പഠിക്കണം നിങ്ങൾ. ഗ്ലൈക്കോളിസിസ് ആണെങ്കിൽ ഫസ്റ്റ് ഫേസ് ആണ്, ക്രെബ്സ് സൈക്കിൾ സെക്കൻഡ് ഫേസ് ആണ്. ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്, കോശദ്രവ്യത്തിലാണ്. ക്രെബ്സ് സൈക്കിൾ ആണെങ്കിൽ മൈറ്റോകോൺട്രിയയിൽ. ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ അത്യാവശ്യമല്ല, ക്രെബ്സ് സൈക്കിളിന് ഓക്സിജൻ അത്യാവശ്യമാണ്. ഗ്ലൈക്കോളിസിസിൽ ഓക്സിജൻ നമ്മുടെ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു? പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നു. ക്രെബ്സ് സൈക്കിളില് പൈറുവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാക്കി മാറ്റുന്നു. ഗ്ലൈക്കോളിസിസിൽ 2 ATP ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്രെബ്സ് സൈക്കിളില് 28 ATP. അങ്ങനെ മൊത്തം സെല്ലുലാർ റെസ്പിറേഷൻ കോശ ശ്വസനത്തിന് മൊത്തം 30 ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പഠിക്കാൻ നിങ്ങൾ. അടുത്തത് നമ്മുടെ മനുഷ്യരിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ലങ്സ് ഉണ്ട്. അതേപോലെ വിവിധ ജീവികളിൽ അവരെന്താണ് ശ്വസനത്തിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ. അമീബയില് അവരുടെ സെൽ മെമ്പറി കോശ സ്ഥലമാണ്. ഏർത്ത് വോമിനാണെങ്കിൽ അവരുടെ സ്കിന്ന് ത്വക്കാണ്. ഫിഷിലാണെങ്കിൽ അവർക്ക് ഗിൽസ് ശകുലം. അപ്പൊ ഇത് പഠിക്കാൻ നിങ്ങൾ. അതേപോലെ ഇനി നമ്മുടെ സസ്യങ്ങളിൽ പ്ലാന്റ്സിലാണെങ്കിൽ അവരുടെ ഇലകളിലും അതേപോലെ ഇളം തണ്ടുകളിലും കാണുന്ന സ്റ്റൊമാറ്റ. ഈ കാണുന്ന സ്റ്റൊമാറ്റ വഴി അവരെന്താ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യും. അതേപോലെ നമുക്ക് സ്റ്റെമ്മിലും അവരുടെ കാണ്ഡത്തിലും അതേപോലെ വേരുകളിലും ചെറിയ ചെറിയ ഇതേപോലത്തെ ഹോൾസ് കാണാൻ പറ്റും. അതാണ് ലെന്റി സെല്ലുകൾ. അപ്പൊ ഈ ലെന്റി സെല്ലുകളിലും സ്റ്റൊമാറ്റയിലൂടെയും അവര് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് റൂട്ട് സെൽസിൽ നമ്മുടെ റൂട്ടിന് ഇടയിലെ കാണുന്ന റൂട്ട് സെൽസുകൾ അവരും ഇതേപോലെ തന്നെ ഓക്സിജനെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എക്സ്ക്രീഷൻ പോർഷനിൽ നമ്മുടെ കിഡ്നി പഠിക്കാൻ നിങ്ങൾ. ആദ്യം തന്നെ കിഡ്നീന്റെ സ്ട്രക്ചർ പഠിക്കണം നിങ്ങൾ. പാർട്സ് മാർക്ക് ചെയ്യാൻ പഠിക്കണം. നമുക്ക് 2 കിഡ്നി കാണാൻ പറ്റും. പിന്നെ നമുക്ക് കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന റീനൽ ആർട്ടറി, വൃക്കാധമനി, റീനൽ വെയിൻ ബ്ലഡ് തിരിച്ചു കൊണ്ടുപോകുന്ന റീനൽ വെയിൻ വൃക്കാസിര കാണാൻ പറ്റും. പെൽവിസ്, യുറീറ്റർ, യൂറിനറി ബ്ലാഡർ, യുറീത്ര. പെൽവിസ് മൂത്രവാഹി, മൂത്രാശയം, മൂത്രനാളി. ഈ 2 പിക്ചർ നമ്മുടെ വൃക്കേന്റെ ഈ ഒരു പിക്ചർ വരയ്ക്കാനും പാർട്സ് മാർക്ക് ചെയ്യാനും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ നെഫ്രോൺ നമ്മുടെ വൃക്കേന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റ് ആണ് നമ്മുടെ നെഫ്രോൺ. നെഫ്രോണിന്റെ സ്ട്രക്ചർ പഠിക്കാൻ നിങ്ങൾ. നമുക്ക് ബൊമാൻസ് ക്യാപ്സ്യൂൾ കാണാൻ പറ്റും. എഫറന്റ് ഇഫറന്റ് വെസൽ കാണാൻ പറ്റും. റീനൽ ട്യൂബ്യൂള്, കളക്ടിങ് ഡക്ട്. ഇത്ര കൂടി ചേർന്നാണ് നമ്മുടെ നെഫ്രോൺ. നെഫ്രോണിൽ എങ്ങനെയാണ് നമ്മുടെ യൂറിൻ ഫോം ചെയ്യുന്നത് അത് പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. 3 സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ ഓർഡർ പഠിക്കുക. അൾട്രാ ഫിൽട്രേഷൻ, റീ അബ്സോർപ്ഷൻ, സെക്രീഷൻ. എന്താ? സൂക്ഷ്മ അരിക്കൽ, പുനരാഗീരണം, സ്രവണം. അപ്പൊ സൂക്ഷ്മ അരിക്കല് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? അൾട്രാ ഫിൽട്രേഷൻ. നമ്മുടെ ബ്ലഡ് ഗ്ലോമർലെസിലേക്ക് കയറി അവിടെ എന്താ ഗ്ലോമർലെസിൽ നമുക്ക് അൾട്രാ ഫിൽട്ടേഴ്സ് കാണാൻ പറ്റും. ഒരുപാട് സൂക്ഷ്മ അരിപ്പകൾ കാണാൻ പറ്റും. ആ സൂക്ഷ്മ അരിപ്പകൾ നമ്മുടെ ബ്ലഡിനുള്ളിലെ വേസ്റ്റുകളെ ഗ്ലോമറുലർ ഫിൽട്രേറ്റ് ആയിട്ട് അരിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് തരും.
അപ്പൊ ആ ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിൽ ചില കമ്പോണൻസ് കൊടുത്തിട്ടുള്ള കമ്പോണൻസ് ഓഫ് ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ്, വാട്ടർ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഇങ്ങനെയാണ് ഈ ഒരു ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിൽ നമുക്ക് ആവശ്യമുള്ള ചില ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ റീഅബ്സോർബ് ചെയ്തെടുക്കും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, റീഅബ്സോർപ്ഷൻ. നമ്മുടെ ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിലെ ആവശ്യമുള്ള നമുക്ക് ആവശ്യ വസ്തുക്കളെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നു. നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, ഇപ്പൊ അമിനോ ആസിഡ്, ഗ്ലൂക്കോസ്, ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതിനെ നമ്മൾ തിരിച്ച് ആകിരണം ചെയ്യും. ഇനി സ്രവണം, നമ്മുടെ മൂന്നാമത്തെ ഘട്ടമാണ് സെക്രീഷൻ. രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ വൃക്കാനാളിയിലേക്ക് സ്രവിക്കപ്പെടുന്നു. നമ്മുടെ കളക്ടിങ് ഡക്റ്റിലേക്ക് എത്തുമ്പോഴേക്കും അതിൽ എന്തൊക്കെ നമുക്ക് ബ്ലഡിൽ നിന്ന് എന്തൊക്കെ ആവശ്യമില്ലാത്തതുണ്ടോ അതിനെ നമ്മൾ സെക്രീറ്റ് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ യൂറിൻ ആയിട്ട് നമ്മുടെ കളക്ടിങ് ഡക്റ്റിലേക്ക് എത്തിച്ചേരും. ഇനി ആ യൂറിൻ നമ്മൾ പുറന്തള്ളും. നമ്മൾ പെൽവിസ് വഴി യുറീത്രയിലേക്ക് എത്തി അവിടെ നിന്ന് നമ്മൾ പുറന്തള്ളും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു തേർഡ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അപ്പൊ നമുക്ക് ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ ആയിട്ട് നമുക്ക് കാണാം.